നമസ്കാരം, എല്ലാവർക്കും ട്രിപ്പ് ഓൺ ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്തെ ചെറിയൊരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ എപ്പോഴും വരുന്ന വഴിയല്ല, നമ്മൾ എന്തെങ്കിലും വർഷത്തിലൊരിക്കലോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ഒന്നിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ യാദൃശ്ചികമായിട്ട് ഇത് വന്നപ്പോൾ നമ്മൾ വീഡിയോ ആക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ മഴക്കാലത്തും ഒന്നും നമുക്കിതിൽ പ്രത്യേകിച്ച് വരാൻ പറ്റില്ല, കാര്യം വഴിയില്ല. ഇതുപോലെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര പ്രശ്നമാകും. നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഇത് കണ്ടില്ല, ഇപ്പം തന്നെ ഈ വേനൽക്കാലത്ത് തന്നെ നല്ല രീതിയിലുള്ള കാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ടുള്ള സമയമായതുകൊണ്ട് ഇതിൽ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ആളുകൾ സഞ്ചരിക്കുന്ന വഴികൾ തന്നെയാണ്. നമ്മുടെ കൃഷിയിടങ്ങളാണ് മുഴുവനും. നെൽകൃഷി ഏരിയയാണ്. നമ്മൾ നടന്നു പോകുന്നതിൻ്റെ ചുറ്റിനും തോടിന് ഇടത്ത് സൈഡിലും വലത്ത് സൈഡിലും കംപ്ലീറ്റ് നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകളും ഈ വഴികളിലൂടെയൊക്കെ നടക്കുവാണ്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇതിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. ഏതാണ്ട് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ വഴികളിലൂടെ 100,000 ആളുകൾ പോയിക്കൊണ്ടിരുന്നൊരു വഴിയായിരുന്നു. ഇപ്പം പ്രധാനപ്പെട്ട ഒരു റോഡ് വന്നതിന് ശേഷം പിന്നീട് ആളുകളെല്ലാം ഇതിൽ വരാതെ അങ്ങനെ നിന്ന് പോയതാണ്. പിന്നെ ഇപ്പോൾ കൃഷിക്കാരും കർഷകരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തെങ്ങ് ചെത്തി വരുന്ന ചെത്തുകാരും ഒക്കെ മാത്രം സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് കേട്ടോ. സ്ഥിരം ആളുകൾ നടക്കാതെ വരുമ്പോൾ വഴികളൊക്കെ മൂടിപ്പോകും. ഇതെല്ലാം ആളുകൾ വരാതെ ഇരുന്ന് വഴികൾ മൂടിപ്പോയതാണ്. ഈ കാണുന്നത് ഒരു കടവാണ്. കടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്ലൊക്കെ കെട്ടി ഉണ്ടാക്കുന്ന കടവാണിത്. ഇവിടെയൊക്കെ നേരത്തെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ അവിടെ ആളുകളൊന്നുമില്ല. ഇവിടെ ഒരു വള്ളം, പഴയ ഒരു വള്ളം ദ്രവിച്ച് അങ്ങനെ കിടന്നു പോയി. ആളില്ലാതെ കിടന്നു പോയതാണ്. ഇത് കണ്ടോ, ഒരു പഴയ ഒരു വലിയൊരു വള്ളമായിരുന്നു, അതങ്ങനെ കിടന്നു പോയി. അപ്പം ഈ വീട്ടിലൊക്കെ ആളുകളെല്ലാം ഉണ്ടായിരുന്നതാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒന്നും ആളുകളൊന്നുമില്ല. ആളുകളൊക്കെ വേറെ വേറെ ചെറിയ ചെറിയ സിറ്റികളിലോട്ടും ടൗണിലോട്ടൊക്കെ മാറി മാറി പോയി. അപ്പം അങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ താമസക്കാരൊക്കെ മൊത്തം പോയിട്ട് ഇപ്പോൾ ഈ കൃഷിക്കാരും ഈ ചെത്തുകാരും മീൻപിടുത്തക്കാരും ഒക്കെ മാത്രം വരുന്നൊരു വഴിയായി മാറിയിരിക്കുകയാണ്. ശരിക്കും ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇവിടെ വെള്ളവും കറണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഒക്കെ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും ആളുകളെല്ലാം താമസം മാറിപ്പോയ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷേ നമ്മൾ ഇടവും വലവും കാണുന്ന കംപ്ലീറ്റ് നെല്ല് പാടങ്ങളാണ്. അങ്ങ് ദൂരെ കാണുന്നത് മുഴുവനും നെൽപ്പാടങ്ങളാണ്. നമ്മൾ അതിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത്. പിന്നെ എല്ലാം തെങ്ങ് ചെത്താനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, കള്ള് ചെത്താനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് 3 നേരം തെങ്ങിൽ ചെത്താനായിട്ട് ചെത്തുകാരും കാര്യങ്ങളൊക്കെ വരുന്ന വഴിയാണ്. അതുമാത്രമാണ് ഇതിലെ വരുന്നതും. പിന്നെ നമ്മുടെ കർഷകർ വളമിടാനും അതുപോലെ നെല്ലിൻ്റെ പണിക്കും എല്ലാ ദിവസവും ഈ പറഞ്ഞ ആളുകൾ മാത്രമാണ്. പക്ഷേ ഇവിടെ ഒരു സ്ഥിരം സഞ്ചരിച്ചുകൊണ്ടിരുന്നൊരു വഴിയായിരുന്നു. അന്ന് ഇതൊക്കെ നല്ല തെളിഞ്ഞ വഴികളൊക്കെ ആയിരുന്നു. ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ നമ്മുടെ 2018 ഫ്ലഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുങ്ങിപ്പോയ സ്ഥലങ്ങളാണ്. ഇത് ഒരു ചെത്തുകാരൻ്റെ ഷെഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെത്താനുള്ള ഉപകരണങ്ങളും സാധനങ്ങളൊക്കെ വെക്കുന്നതും പിന്നെ കള്ളും കന്നാസും മറ്റു കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ്. കണ്ടോ, ഇത് അവരവരുടെ പഴയ സൗഹൃദങ്ങളൊക്കെ സംസാരിച്ച് ഒക്കെ അങ്ങ് പോവുകയാണ്. ഇവിടെ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം പല വ്യക്തികളുടെ പേരിലുള്ളതാണ്. ഓരോരുത്തർ വാങ്ങിച്ചിട്ടുള്ളതാണ്. 2 ഏക്കർ 3 ഏക്കർ 4 ഏക്കർ എന്നീ നിലയ്ക്ക് ഓരോരുത്തർ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ്. അവർ തന്നെയാണ് ഇവിടെ കൃഷി ഇറക്കുന്നതും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ആയിട്ട്. അതെല്ലാം തന്നെ ഈ നാട്ടുകാരൊന്നുമല്ല, ഈ നാട്ടുകാരൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ പിന്നീട് എല്ലാം വിറ്റ് പുറത്തു നിന്നൊക്കെ ആളുകളൊക്കെ വന്ന് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ നെൽകൃഷി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ നമുക്ക് KSEBിയുടെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ അത്യാവശ്യം ചില സ്ഥലങ്ങളിലൊക്കെ കറണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇവിടെ നമ്മുടെ എറണാകുളത്ത് നിന്ന് ഒരാൾ വന്ന് സ്ഥലം മേടിച്ച്, ഒരു പ്രായമുള്ള അച്ഛനും അമ്മയും താമസിച്ചിരുന്ന വീടാണ് നിങ്ങൾ ഈ കാണുന്നത്. അവരൊക്കെ അതിലൊരാൾ മരിച്ചുപോയി, ഒരാളിപ്പം ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അവരെ കുറിച്ച് കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയില്ല. ഏതായാലും വർഷങ്ങളായിട്ട് ആ വീട് അങ്ങനെ കിടന്നു പോവുകയാണ്. ഇവിടെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നതാണ്. ഈ കടകളൊക്കെ ആളുകൾ ഒരുപാട് പേര് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒക്കെ സ്ഥലങ്ങളൊക്കെയാണ്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് 10-15 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ ഇഷ്ടംപോലെ മീൻപിടുത്തക്കാരും ഫിഷിംഗുകാരും ഒക്കെ വരുന്നുണ്ട്. അവർക്കൊക്കെ അത്യാവശ്യം രീതിയിൽ മീനുകളൊക്കെ കിട്ടുന്നുണ്ട്. കാര്യം ഈ വെള്ളമൊക്കെ ഇങ്ങനെ അനക്കമില്ലാണ്ട് കിടക്കുന്ന വെള്ളങ്ങളായതുകൊണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. അത് പിടിക്കാനൊക്കെ ആളുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന വലിയൊരു തെങ്ങ് ചെത്തുന്ന തെങ്ങാണ്, നമ്മൾ കള്ളി എത്തുന്ന തെങ്ങാണ്. അതിൽ ചെത്തുകാരുടെ മാട്ടം എന്ന് പറയും, മാട്ടം കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇവിടെ വരുമ്പോഴേക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ കാണുന്നതെല്ലാം തന്നെ നമ്മുടെ കൃഷിക്കാരുടെ പണിയായുധങ്ങളും വളങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന ഷെഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
ശരിക്കും ഞങ്ങളുടെ നാടിന് വലിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. കാണാൻ ഭയങ്കര പീസ്ഫുള്ളാണ്. അതിനേക്കാൾ ഉപരി ഏറ്റവും നല്ല നാടൻ ചെത്തുകൾ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിൽ. ഒരുപാട് നാളുകൾക്കൊക്കെ മുമ്പ് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്ന് നല്ല കരിക്കൊക്കെ ഇട്ട് കുടിച്ച്, അതുപോലെ നല്ല നാടൻ ചെത്തുകളിലൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഈ പാടത്തേക്കൊക്കെ നോക്കിയിരുന്ന് സൗഹൃദങ്ങളൊക്കെ പങ്കിട്ട് കഥകളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ ശരിക്കും മിസ് ചെയ്യും. നമ്മളൊക്കെ ജനിച്ച് വളർന്നത് തന്നെ ഈ നാടുകളിലൊക്കെ ആയതുകൊണ്ട് നമുക്കൊരിക്കലും സിറ്റി ലൈഫോ അവിടുത്തെ തിരക്കുകളോ വാഹനങ്ങളുടെ ശബ്ദങ്ങളോ ബഹളങ്ങളോ ഒന്നും തന്നെ നമുക്ക് പിടിക്കില്ല. നമ്മളെവിടെയെല്ലാം പോയാലും കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ട് സമാധാനമായിട്ട് ജീവിക്കണം. അതാണ് നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്താണെന്നുള്ളത്. എപ്പോഴും നല്ല കാറ്റായിരിക്കും കേട്ടോ. നല്ല ഉച്ച സമയമാണെന്നുണ്ടെങ്കിലും ഈ തെങ്ങിൻ്റെ ചോട്ടിലും ഈ വഴികളിലൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ എപ്പോഴും നല്ല കാറ്റും അതുപോലെ നല്ല സൈലൻസും ഒക്കെയാണ്. നല്ല നാടൻ ചെത്തുകൾ മാത്രമല്ല, നാടൻ കരിമീനും ചെമ്പല്ലി വയമ്പും പള്ളത്തി കാരി വരാൽ എന്നിങ്ങനെയുള്ള ഒരുപാട് നാടൻ മീനുകൾ നമ്മുടെ ഈ തോട്ടിൽ ഇത് ലഭിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ മീനുകളും നമ്മുടെ കുമരകം ഭാഗത്തുള്ള റിസോർട്ടുകളിലും നമ്മുടെ ടോഡി ഷോപ്പുകളിലും ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഐറ്റങ്ങളാണ്. കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആളുകൾ തിരക്കി വന്ന് കഴിച്ചിട്ട് പോകുന്ന അത്രയും ടേസ്റ്റുള്ള ഒരു നാടൻ ഫുഡുകളാണ്. ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയുമാണ് കേട്ടോ. പക്ഷെ ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മുടെ കുട്ടനാട് ഈ മേഖലയിലാണ്. ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. ഈ കാണുന്നത് നാടൻ കൂട് തന്നെയാണ്, മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ ഇട്ട് വെച്ചേക്കും. നമുക്ക് വൈകുന്നേരങ്ങളിൽ സമയങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അത് തുറന്നു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മീനൊക്കെ കിട്ടുന്നതാണ്. പിന്നെ അങ്ങ് പാടത്ത് ദേ ആളുകൾ വളവിടിയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം കാഴ്ചകളൊക്കെയാണ് ഇതിലൂടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ആരാ പറഞ്ഞ നമുക്കിവിടെ കണ്ടല്ലോ, നമുക്ക് ഇഷ്ടം പോലെ കണ്ടല്ലോ. നമുക്ക് തെരഞ്ഞു പോകണം. ഇതൊക്കെ പാടത്തടിക്കുന്ന മരുന്നാണ്. പോയിസൺ, പലതരത്തിലുള്ള പോയിസണുകളും വിഷവും കാര്യങ്ങളൊക്കെയാണ് പാടത്ത് നമ്മൾ തളിക്കുന്നത് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള കീടങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ നെല്ല് പാകമായി വരുമ്പോഴത്തേക്കും ഇതിൽ വിഷവും കാര്യങ്ങളൊന്നും അടിക്കില്ല. നെല്ലിന് ഒക്കെ നല്ല അരിയും കാര്യങ്ങളും ഒക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. കൊയ്ത്ത് കാലം ആയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട കേട്ടോ. നമ്മുടെ ഈ ഒരു സ്ഥലത്തൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇഷ്ടം പോലെ ആളുകളായിരിക്കും. കാരണം എല്ലാം കൃഷിക്കാരും അതുപോലെ കൊയ്ത്തിന് വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് മെഷീനൊക്കെ ആയിട്ട് വരുന്ന അണ്ണന്മാരും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ ഈ പാടത്തു നിന്നുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടറും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളവരൊന്നും ഈ വീഡിയോ കാണണം ഞാൻ ഒരിക്കലും നിർബന്ധം പറയില്ല. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നവർക്ക് മാത്രമുള്ള വീഡിയോസാണ്. ഏതായാലും ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി നാട്ടിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമാണ് കേട്ടോ. പണ്ടൊക്കെ നമുക്ക് വെള്ളം എടുക്കാനായിട്ട് കിലോമീറ്ററുകളോളം വള്ളത്തേൽ പാത്രങ്ങളെല്ലാം നിരത്തി വെച്ചുകൊണ്ട് പോയി വേണം എടുത്തുകൊണ്ട് വരാനായിട്ട്. ഇപ്പോൾ ഇഷ്ടം പോലെ വെള്ളം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇവിടെ വലിയൊരു ആൽമരം നിൽപ്പുണ്ട് കേട്ടോ. ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര കാറ്റാണ്. നമുക്ക് കുറേ നേരം അങ്ങനെ ഇരിക്കാനായിട്ട് തോന്നും. ഈ പാലത്തിന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 30 വയസ്സോളം പ്രായമുണ്ടെന്ന് വേണം പറയാനായിട്ട്. ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. ഈ ഭാഗത്തൊക്കെ പാലം പണിയുമ്പോണ്ടല്ലോ ഒരുപാട് പൊക്കിയാണ് പണിയുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവഴി ഒരുപാട് വെള്ളവും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഏതായാലും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത്രയധികം നടന്നു മടുത്തതിൻ്റെ ആ ഒരു ക്ഷീണം കൊണ്ട് കരിക്കിടാൻ പോവാണ്. നല്ല ഒന്നാം തരം മധുരമുള്ള കരിക്ക് കുടിക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ റെഡ്. ഒരിക്കലും ഞാൻ ഒഡീഷയിൽ പോയപ്പോഴത്തേക്കും നമ്മുടെ ബീച്ച് സൈഡിൽ നിന്ന് നമ്മൾ ഈ കരിക്ക് വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നല്ല ഉപ്പ് രസമായിരുന്നു അവിടുത്തെ കരിക്ക് വെള്ളത്തിന്. ഇതങ്ങനെയല്ല, നല്ല ഒന്നാം തരം മധുരമുള്ള സൂപ്പർ കരിക്കാണ്. ഇതങ്ങ് കുത്തി പൊട്ടിച്ച് കഴിഞ്ഞാണല്ലോ ഇതിനകത്ത് നല്ല മധുരമുള്ള കരിക്കും വെള്ളവും നല്ല സൂപ്പർ കരിക്കുമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നല്ല നാടൻ ചെത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും തയ്യാറാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുടിക്കാം.
അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോസിൻ്റെ സീരീസ്, കാശ്മീരി സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 8ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൂടാതെ നമ്മൾ അതിൻ്റെ വലിയ എപ്പിസോഡുകളും വലിയ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. Oh, yeah.